ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗറി വൈസ് നമ്മൾ ലോഡ് ചെയ്യണം. അതായത് ഒരുപോലെയുള്ള ഐറ്റംസ്, ഇപ്പോൾ പ്ലേറ്റ്സുകളെല്ലാം ഒരുമിച്ച് വയ്ക്കുക, ബൗൾസ് ഒരുമിച്ച് വയ്ക്കുക, കപ്പുകൾ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ വാട്ടർ ഫ്ലോ ശരിക്കും കൺസിസ്റ്റൻ്റായിട്ട് വരികയും ചെയ്യും, നല്ല തറവായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ച് സാധനങ്ങൾ പുറത്തോട്ട് എടുക്കാൻ അൺലോഡ് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. കാരണം മിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസിൽ കൂടെ അല്ലല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. സ്പൂൺസ് എല്ലാം നമ്മൾ കട്ട്ലറി ബാസ്ക്കറ്റിൽ വെക്കുക. അപ്പോൾ അത് ഒരുമിച്ച് ഒറ്റയടിക്ക് നമുക്ക് എടുക്കാം. പിന്നെ ഓവർ ക്രൗഡ് ചെയ്യുന്നതും നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളിങ്ങനെ കാറ്റഗറി വൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റ് നമ്മളൊരു ഓർഡർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വാഷിങ്ങിൻ്റെ അൺലോഡിങ്ങിൻ്റെ എല്ലാം നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. കിച്ചൺ നല്ല കറക്റ്റായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് റിൻസ് ചെയ്യുക സാധനങ്ങൾ, പാത്രങ്ങൾ വെക്കുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് തേച്ചൊരച്ച് കഴുകേണ്ട കാര്യമില്ല, കാരണം അത് ഡിഷ് വാഷർ ചെയ്തോളും. ജസ്റ്റ് നമ്മൾ അതിൽ വലിയ ഫുഡ് ഐറ്റംസ് കളഞ്ഞാൽ മതി. ഒരുപാട് സമയം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കളയണ്ട. അപ്പം കുറേ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം നഷ്ടമാവും. അപ്പം ഓൾറെഡി നമ്മൾ ഡിഷ് വാഷറിൽ വെള്ളമുണ്ട്, അപ്പോൾ പിന്നെ അത് വീണ്ടും നഷ്ടമാക്കുന്നത് വെറുതെ നഷ്ടമാണ്. പിന്നെ ഡിറ്റർജൻസും നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ വർക്കിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സമയവും വെള്ളമൊക്കെ ലാഭിക്കാം, എന്നിട്ട് അടുത്ത ജോലിയിലോട്ട് പോവുകയും ചെയ്യാം. ഇനി എപ്പോഴും നമ്മൾ ഇത് വെക്കുമ്പോൾ താഴെ നിന്നാണല്ലോ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പാത്രങ്ങൾ വെക്കുന്നത് കറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്ന പോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കപ്പും ഗ്ലാസ്സും എല്ലാം ഇങ്ങനെ ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ സ്പൂണുകളെല്ലാം നമ്മളിങ്ങനെ കമിഴ്ത്തി അതിൻ്റെ കറക്റ്റ് ഭാഗം വരുന്ന പോലെ തന്നെ നമ്മൾ വെക്കുക. ഇങ്ങനെ ഒന്നിന് മേലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കഴുകി തീരില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വെക്കുകയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതുപോലെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് റാക്ക് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ടോപ്പ് റാക്ക് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഗ്ലാസ്സുകൾ, കപ്പുകൾ, കുഞ്ഞ് ബൗളുകൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹെവി പാൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബ്രേക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും നോക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് എപ്പോഴും മുകളിലോട്ട് വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒരുപാട് ഹീറ്റ് വന്നിട്ട് പ്രശ്നമാവരുത്. അപ്പോൾ മുകളിലെ സ്പേസ് നമ്മളെപ്പോഴും ചെറിയ ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ ഓവർ ക്രൗഡിങ് ഉണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് ഡിഷ് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി നമ്മൾ ഓവർ ക്രൗഡ് ചെയ്ത് വെക്കാതിരിക്കുക. നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് സംഗതി വേഗം അവസാനിപ്പിക്കാൻ നല്ലൊരു ആഗ്രഹമായിരിക്കും അല്ലേ. പക്ഷെ ഓവർ ക്രൗഡിങ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. പാത്രങ്ങളിങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴത്തേനും എല്ലാ വെള്ളവും അതുപോലെ സോപ്പ് പൊടിയും കറക്റ്റായിട്ട് എത്തത്തില്ല. വീണ്ടും ഫുഡ് അതിലിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും കറക്റ്റായിട്ടൊരു സ്പേസ് കൊടുക്കുക. അപ്പം 2 ലോഡ് കൊടുക്കുകയാണ് ശരിക്കും ഓവർഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത്. അപ്പം നന്നായിട്ട് തന്നെ വരികയും ചെയ്യും. പിന്നെ അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെ ഒരു സ്പേസ് കൊടുക്കുക. പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇനി നമ്മുടെ കട്ട്ലറിയുടെ ഡയറക്ഷൻസ് നമ്മൾ മാറ്റിയും മറിച്ചുമൊക്കെ വെക്കുക. ഇത് അങ്ങനെ നെസ്റ്റ് ചെയ്ത് ഇരിക്കില്ലേ സ്പൂൺസ്, അങ്ങനെ ഇരിക്കാതെ നമ്മൾ ഒന്ന് കമത്തി അങ്ങനെ നമ്മൾ വെക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ കത്തികൾ മുകളിൽ തന്നെ വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനും എടുക്കാനും എല്ലാം നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കട്ട്ലറി ട്രേ ഉണ്ടാവും, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള സ്പൂൺസൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് അങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. പിന്നെ നമുക്ക് ഹോട്ട് വാട്ടറിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ഹോട്ട് വാട്ടറിൻ്റെ സൈക്കിൾ റൺ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്.
അപ്പോൾ നമുക്ക് കിച്ചൺ സിങ്കിൽ ഹോട്ട് വാട്ടർ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്ന് ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ബാക്ടീരിയ പോവാനും ഈ ഹോട്ട് വാട്ടർ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഡിഷ് വാഷറിൽ ഹോട്ട് വാട്ടർ ആണല്ലോ വരുന്നത്. പിന്നെ എന്തായിരുന്നു അടുത്തത്, നമുക്ക് ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിനെഗർ യൂസ് ചെയ്യാം. അപ്പം ഈ ഡിഷ് വാഷേഴ്സിൽ പലപ്പോഴും അവിടെ ഇവിടെ ഗ്രീസ്, പിന്നെ സോപ്പിൻ്റെ ബാക്കി മിനറൽസ് ഡെപ്പോസിറ്റ്സ് എല്ലാം വരും. അപ്പോൾ നമ്മൾ ഡിഷ് വാഷറിൽ ടോപ്പ് റാക്കിൽ നമുക്ക് ഒരു കുറച്ച് വിനെഗർ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അത് നല്ലതായിട്ട് ഡിഷ് വാഷറിനെ ഡിയോഡ്രൈസ് ചെയ്യാനും റിഫ്രഷ് ആക്കാനും മൊത്തത്തിലൊന്ന് സ്പാർക്കിൾ ചെയ്യാനും പിന്നെ ബേക്കിംഗ് സോഡ വെക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഡിഷ് വാഷറിനെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ് നമുക്കിത് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമ്മൾ നോക്കിയിട്ട് വേണം വെക്കാൻ. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ചില പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതിന് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വെക്കുക. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിൽ വീണ്ടും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് തുടച്ചിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അതുപോലെ മെറ്റൽസ് മിക്സപ്പ് ആവാതെ നോക്കുക. ചിലത് സിൽവർ ഐറ്റംസ് ഉണ്ടാവും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവും. അപ്പോൾ ഇത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊരു ബ്ലാക്ക് സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കുക. അതുപോലെ അലുമിനിയം പാൻസൊക്കെ വെച്ചാൽ ഡിസ്കളറേഷൻ വരും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുട്ടി കുട്ടി ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാശ് ലാഭിക്കാനും അതുപോലെ കിച്ചൺ ടൂൾസൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി കുറച്ച് ലോഡുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സൈക്കിൾ റൺ ചെയ്താൽ മതി. എല്ലാത്തിനും ഫുൾ ലോഡ് നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ കുറച്ചേ ഉള്ളൂ, കുറച്ച് ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ലോഡ്, ഹാഫ് സൈക്കിൾ അതൊക്കെ കൊടുക്കാം. ഹെവി സൈക്കിൾ വലിയ പോട്ട്സും പാൻസും ഗ്രീസുള്ള ഐറ്റംസൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ റൈറ്റ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഡിറ്റർജൻസും ഒരുപോലെയല്ല. ചിലത് പൗഡേഴ്സ് ഉണ്ട്, പിന്നെ കട്ട പോലെ ഇരുന്നുണ്ട്, ജെല്ലുണ്ട്. ശരിക്കും പോഡ്സാണ് ഏറ്റവും കട്ട പോലത്തെ സംഭവമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് ഫുള്ളി ഡിസോൾവ് ആവില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. പൗഡറിനാണെങ്കിൽ കുറേയും കൂടി ഡിസോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് നമ്മളുടെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സൊക്കെ വെച്ചിട്ട് ഏതാണ് നല്ലതെന്നൊന്ന് നോക്കുക. ഒരിക്കലും റെഗുലർ ഡിഷ് സോപ്പൊന്നും യൂസ് ചെയ്യരുത്, കാരണം അത് നമ്മുടെ മെഷീനെ ഡാമേജ് ആക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ അതിൻ്റെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫിൽറ്ററിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഇരുന്ന് അത് ക്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിഷ് വാഷർ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഫിൽറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് കളഞ്ഞ് അതിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് ഇത് ചെയ്യുക. പിന്നെ അപ്പം അത് കറക്റ്റായിട്ട് പിന്നെ ഡിഷ് വാഷർ വർക്ക് ചെയ്തോളും. അപ്പോൾ അതും ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ എനർജി നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലൈക്ക് ഡിഷ് വാഷർ ഫുള്ളായതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഓവർ സ്റ്റഫ്ഡ് ആവാനും പാടില്ല. പിന്നെ നമുക്ക് എക്കോ സെറ്റിങ്സൊക്കെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇത് കംപ്ലീറ്റ് ഉണക്കിയെടുക്കുന്ന രീതിയിലുള്ളത് യൂസ് ചെയ്യാതെ അത് ജസ്റ്റ് തുറന്നിട്ട് എയർ ഡ്രൈ ചെയ്യുന്ന രീതിയിൽ. പിന്നെ രാത്രി റൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കുറച്ച് കുറവായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കൂളറായിട്ടുള്ള സൈക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എനർജി സേവ് ചെയ്യാം. അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഡിഷ് വാഷർ ശ്രദ്ധിക്കാം. പിന്നത്തെ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അടിയിലത്തെ റാക്ക് ഫസ്റ്റ് അൺലോഡ് ചെയ്യുക. കാരണം മേലത്തു നിന്നുള്ള വെള്ളം താഴോട്ട് വന്നു കഴിഞ്ഞാൽ
പിന്നെ അത് വീണ്ടും നനഞ്ഞ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ താഴെയുള്ള ഡ്രൈ പ്ലേറ്റ്സ് ആണെങ്കിൽ അതാദ്യം അൺലോഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ബാക്കി അൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതും നമുക്ക് കുറച്ച് മറ്റേ പാത്രങ്ങൾ ഉണക്കിയെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.